ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ സൈനിക നടപടികൾ ആ രാജ്യത്തെ ലോകരാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിലെ ബഹിഷ്കരണങ്ങളുടെ ശക്തമായ ഒരു കൊടുങ്കാറ്റാണ് ഇപ്പോൾ ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം വിമർശനങ്ങളിൽ ഒതുങ്ങാതെ നയതന്ത്രപരവും സാമ്പത്തികമായ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. വർണ്ണവിവേചനത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നേരിടേണ്ടി വന്നതുപോലുള്ള ഈ സ്ഥിതിവിശേഷം ഇസ്രയേലിന് വരുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലതുപക്ഷ സർക്കാരിന് ഈ നയതന്ത്ര പ്രതിസന്ധിയെ എത്രത്തോളം അതിജീവിക്കാൻ കഴിയുമെന്നതും നിർണായകമാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് നെതന്യാഹുവിന്റെയും ഇസ്രയേൽ പ്രതിരോധ മന്ത്രിമാരുടെയും യാത്രാ സ്വാതന്ത്ര്യത്തെ ഗണ്യമായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതൊരു ഭരണാധികാരി എന്ന നിലയിലും ഒരു രാഷ്ട്രം എന്ന നിലയിലും ഇസ്രയേലിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിരിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന കാരണം ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത ദുരിതങ്ങളാണ്. ലോക മനസാക്ഷി പിടിച്ചുകുലക്കിയ ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നതും ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നതും പല രാജ്യങ്ങളുടെയും കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ പോലും ഗാസയിലെ സംഭവങ്ങൾ ലോക മനസാക്ഷി പിടിച്ചുകുലുക്കിയെന്ന് പ്രസ്താവിച്ചു. ഗാസയിലെ യുദ്ധം ഇസ്രയേലിന്മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. പല രാജ്യങ്ങളും ഇസ്രയേലുമായി ബന്ധം പുലർത്തുന്നതിനെക്കുറിച്ച് പുനരാലോചിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബെൽജിയം, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ പദ്ധതിയിടുന്നതായും പ്രഖ്യാപിച്ചു. ഇത് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന്മേൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം കണ്ടെത്താനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ താൽപര്യം വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. സെപ്റ്റംബർ 9 ഖത്തറിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചു. ദോഹയിൽ ചേർന്ന അറബ് ലീഗ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത ഉച്ചകോടി ഇസ്രയേലുമായുള്ള നയതന്ത്രപരവും സാമ്പത്തികമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന് പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തും. പ്രസ്താവനകൾക്കപ്പുറം പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും കടന്നിരിക്കുന്നു. ഇത് ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. വെസ്റ്റ് ബാങ്കിലെ അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ബെൽജിയം നിരോധിച്ചു. പിന്നാലെ സ്പെയിൻ സ്വന്തം നിലയിൽ ആയുധ ഉപരോധം നിയമമാക്കി. ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളിലോ വംശഹത്യയിലോ ഉൾപ്പെട്ട ആർക്കും രാജ്യത്തേക്ക് പ്രവേശനം വിലക്കി. കൂടാതെ ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി പോകുന്ന കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സ്പാനിഷ് തുറമുഖങ്ങളിലും വ്യോമ അതിർത്തിയിലും പ്രവേശനം നിഷേധിച്ചു. ഇസ്രയേലുമായി ബന്ധപ്പെട്ട വ്യാപാര കരാറുകൾ ഭാഗികമായി നിർത്തിവെക്കാനും ചില തീവ്ര വലതുപക്ഷ മന്ത്രിമാർക്ക് ഉപരോധം ഏർപ്പെടുത്താനും യൂറോപ്യൻ യൂണിയൻ പദ്ധതിയിടുന്നുണ്ട്. ഇത് യൂറോപ്പിലെ ഇസ്രയേലിന്റെ വാണിജ്യ ബന്ധങ്ങളെ ഗുരുതരമായി ബാധിച്ചേക്കാം. നോർവേയുടെ $2 ട്രില്യൺ മൂല്യമുള്ള സോവറിൽ വെൽത്ത് ഫണ്ട് ഇസ്രയേലി കമ്പനികളിൽ നിന്ന് ഓഹരികൾ വിറ്റഴിക്കാൻ തുടങ്ങി. ഈ മാസം മധ്യത്തോടെ 23 കമ്പനികളെ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തു. ഇതൊരു രാജ്യത്തിന്റെ സാമ്പത്തിക ഒറ്റപ്പെടലിന്റെ വ്യക്തമായ സൂചനയാണ്. രാഷ്ട്രീയം, സാമ്പത്തികമായ തലങ്ങളിൽ മാത്രമല്ല, സാംസ്കാരിക, കായിക രംഗങ്ങളിലും ഇസ്രയേൽ ഒറ്റപ്പെടുന്നുണ്ട്. ഇസ്രയേലിനെ യൂറോവിഷൻ ഗാന മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചാൽ അയർലൻഡ്, സ്പെയിൻ, നെതർലൻഡ്, സ്ലൊവേനിയ തുടങ്ങിയ രാജ്യങ്ങൾ 2026 മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യയിലും വർണ്ണവിവേചനത്തിലും പങ്കെടുത്ത ഇസ്രയേലി നിർമ്മാണ കമ്പനികളെയും മറ്റും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കത്തിന് ഒരാഴ്ചയ്ക്കുള്ളിൽ 4000-ലധികം ഹോളിവുഡ് താരങ്ങളും പ്രൊഫഷണലുകളും ഒപ്പുവെച്ചു. ഇത് ഹോളിവുഡിലും ഇസ്രയേലിനെതിരെ ഒരു ശക്തമായ നിലപാട് രൂപപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഉൾട്ടാടി എസ്പാന സൈക്ലിംഗ് മത്സരം ഇസ്രയേൽ ടീമിന്റെ സാന്നിധ്യം കാരണം പലതവണ തടസ്സപ്പെട്ടു. സ്പെയിനിൽ നടന്ന ഒരു ചെസ് ടൂർണമെന്റിൽ ഇസ്രയേലി കളിക്കാർക്ക് അവരുടെ പതാകയ്ക്ക് കീഴിൽ മത്സരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് അവർ പിന്മാറി. ഇത് കായിക ലോകത്തും ബഹിഷ്കരണത്തിന്റെ കൊടുങ്കാറ്റ് വീശുന്നുവെന്ന് കാണിക്കുന്നു. ഇസ്രയേലിന്റെ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ ഈ പ്രതികരണങ്ങളെ ധിക്കാരപരമെന്ന് വിശേഷിപ്പിച്ചെങ്കിലും ഇസ്രയേലിന്റെ മുൻ അംബാസഡർമാർ രാജ്യം വലിയ പ്രതിസന്ധിയിലാണെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. നമ്മളൊരു ദക്ഷിണാഫ്രിക്കൻ നിമിഷത്തിന്റെ ആമുഖത്തിലാണെന്ന് മുൻ അംബാസഡറും തുറന്നു പറഞ്ഞു. ഇത് സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഇസ്രയേലിന്റെ പ്രധാന സഖ്യരാജ്യങ്ങളായ ജർമ്മനി, ഇറ്റലി, ഹംഗറി എന്നിവ ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിലെ കർശന നടപടികളെ എതിർക്കുന്നു. അമേരിക്കയുടെ പിന്തുണ ഇസ്രയേലിന് ഇപ്പോഴുമുണ്ട്. എന്നാൽ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ സമ്മർദ്ദം തുടർന്നാൽ ഗാസയിലെ കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുമോ, അതോ ഇസ്രയേൽ പൂർണ്ണമായി ഒറ്റപ്പെടുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ യുദ്ധം ഇസ്രയേലിന്റെ ഭാവി മാത്രമല്ല, മിഡിൽ ഈസ്റ്റിന്റെയും ലോകത്തിന്റെയും രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ സൈനിക നടപടികൾ ആ രാജ്യത്തെ ആഗോളതലത്തിൽ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ, സാമ്പത്തിക, കായിക, സാംസ്കാരിക മേഖലകളിലെ ശക്തമായ ബഹിഷ്കരണങ്ങളുടെ ഒരു തരംഗമാണ് ഇപ്പോൾ ഇസ്രയേൽ നേരിടുന്നത്. വർണ്ണവിവേചനത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് നേരിടേണ്ടി വന്നതുപോലുള്ള ഈ സ്ഥിതിവിശേഷം ഇസ്രയേലിന് വരുമോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ പല രാജ്യങ്ങളും പരസ്യമായി രംഗത്തെത്തി. പലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും സ്പെയിൻ തുടങ്ങിയവ പദ്ധതിയിടുകയും ചെയ്തു. സാമ്പത്തിക മേഖലയിൽ ബെൽജിയം, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. നോർവേയുടെ സൊവാറിൽ വെൽത്ത് ഫണ്ട് ഇസ്രയേലി കമ്പനികളിൽ നിന്നുള്ള ഓഹരികൾ വിറ്റഴിച്ചത് സാമ്പത്തിക ഒറ്റപ്പെടലിന്റെ സൂചന നൽകുന്നു. കായിക, സാംസ്കാരിക രംഗങ്ങളിലും ബഹിഷ്കരണം ശക്തമാണ്.
യൂറോവിഷൻ ഗാന മത്സരത്തിൽ നിന്ന് ഇസ്രയേലിനെ പുറത്താക്കണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. ഇസ്രയേലിന്റെ മുൻ അംബാസിഡർമാർ പോലും രാജ്യം വലിയ പ്രതിസന്ധിയിലാണെന്ന് സമ്മതിക്കുന്നു. ഈ സമ്മർദ്ദം തുടർന്നാൽ ഗാസയിലെ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമോ അതോ ഇസ്രയേൽ പൂർണ്ണമായി ഒറ്റപ്പെടുമോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും.